ഹായ് ഫ്രണ്ട്സ്, 25/8/2025 PWD ബാർ ഇറിഗേഷൻ്റെ എക്സാം നടന്നെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വളരെ എളുപ്പമായിരുന്ന ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് എക്സാം. എല്ലാവർക്കും അറിയാം, ഏറ്റവും അധികം അപ്പോയിൻമെന്റ്സ് അഡ്വൈസ് ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് PWD ഇറിഗേഷൻ എന്ന്. 2020 ഈ ഒരു എക്സാം നടത്തിയപ്പോൾ PSC ഏകദേശം 1216 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതിൽ തന്നെ 792 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും അധികം അപ്പോയിൻമെന്റ്സ് ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നത്. സോ ഇന്നലെ നടന്ന എക്സാമിന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ, ഇന്നലെ നടന്ന എക്സാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഒരുവിധം പഠിക്കുന്നവർക്കെല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. പക്ഷേ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ നെഗറ്റീവും വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആയിരുന്നു ഇന്നലെ നടന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതിനാൽ കട്ട് ഓഫ് ഒത്തിരി ഒന്നും കൂടത്തില്ല. ഒരു 72, 75, 78 മുകളിൽ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 75 ഉള്ളവർക്കൊക്കെ, 75 എബോ ഉള്ളവർക്കൊക്കെ നമുക്ക് നല്ല സ്കോപ്പ് വെക്കാം ഈ ഒരു എക്സാമിൽ. ഏകദേശം PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ തവണ എത്രമാത്രം അഡ്വൈസ് പോയിട്ടുണ്ട് അതിന് അനുപാതികമായിട്ടാണ് ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഒരു 800-850 മെമ്പേഴ്സിനെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോയാൽ ഏകദേശം 73, 75, 78 ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരുന്നോളൂ. ഏറ്റവും നല്ലൊരു അവസരമാണ് നടന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു എക്സാമാണ് LSTD ഗ്രേഡ് 2 എക്സാം. ഈ PWD ഇറിഗേഷൻ എക്സാമിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാമാണ് LSTD ഗ്രേഡ് 2 എക്സാം. പാരലായിട്ട് കുറേ അധികം എക്സാംസ് നടന്നതിനാൽ ഏറ്റവും നല്ല ഒരു ചാൻസ് കൂടിയാണ് LSTD എക്സാം. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ. ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.